ഫുഡ് ഇരുന്ന് സംസാരിക്കാനും ഇരുന്ന് ആസ്വദിച്ച് അതിനെ കുറിച്ച് കുറച്ച് വർത്താനം പറയാനും നമുക്ക് കുറെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ട് ഫുഡിനെ പറ്റിയിട്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് ഇപ്പം നിങ്ങളെ കിട്ടിയ പോലെ നാട്ടിൽ ഇതേമാതിരി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളിത് ഡയറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആദ്യം ഇവരൊക്കെ ബ്ലോക്ക് ചെയ്യും. ഒരു വേറെ തന്നെ ഫീലാണ്. ബാംഗ്ലൂർ ചെന്നൈക്ക് ഞങ്ങൾ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന ലോങ് ഡ്രൈവ് ഒക്കെയാണ് നമുക്ക് ഭയങ്കര മെമ്മറബിൾ. ഞങ്ങളത് കുറെ ഞങ്ങള് നോക്കി ഒരുപാട് പേരോട് ചോദിച്ച് ഞങ്ങള് ഫുഡ് സ്റ്റോപ്സ് ഇടും കൃത്യമായിട്ട്. പോകുന്ന വഴിക്ക് എവിടേക്ക് നമുക്ക് കഴിക്കാൻ പറ്റും അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങും. ബേസിക്കലി അതാണ് ഞങ്ങളുടെ ഒരു മോട്ടീവ്. അതാണ് അതിന്റെ മൂഡ് ഭയങ്കരമായിട്ട്. പിന്നെ അപ്പൊ അടുത്ത ആ സ്ഥലം എത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ റെഡി ആണല്ലോ. ഞങ്ങളുടെ ഡേറ്റ് കോളും ഡ്രൈവ് ആണ്. ബാംഗ്ലൂർ സൈഡിലാണ് കൂടുതൽ പോകാറില്ല. ചെന്നൈയും പോകും. ചെന്നൈ ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടം. ചെന്നൈയിലുള്ള ഞാൻ ബിരിയാണിയാണ്. എനിക്ക് മാഗി ആൻഡ് കോഫി, ഫിൽറ്റർ കോഫി. മാഗി അവിടുത്തെ ഫിൽറ്റർ കോഫി. എനിക്ക് SS ഹൈദരാബാദ് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ യാമൊയ്തീൻ. എനിക്ക് ബിരിയാണി നമ്മുടെ നാട്ടിലെ ബിരിയാണി ഇഷ്ടം. എനിക്ക് പക്ഷേ ഈ തമിഴ് ബിരിയാണി കൊണ്ട് ഞാൻ വലിയ ഫാൻ അല്ല. കാരണം എനിക്ക് അത്ര എനിക്ക് നാട്ടിലെ ബിരിയാണി കുറച്ചുകൂടി ഇഷ്ടം. ഈ കൊല്ലത്ത് നമുക്കൊരു കല്യാണ ബിരിയാണി കിട്ടും മട്ടൻ്റെ, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ഇവിടെ എനിക്കിഷ്ടം ഈ കോഫിയും നല്ല മാഗി കിട്ടും ചൂടോടെ കഴിക്കാൻ. ചെന്നൈയിൽ നമ്മളെല്ലാ മിക്ക കടകളിലും പോയി ബോർഡർ ചിക്കൻ ഒക്കെ മധുരയിൽ നിന്ന് നിങ്ങള് അവിടുത്തെ ചന്ദ്രൻ മെസ്സിലെ മധുരൈ ബിരിയാണി ഇലയിലിട്ട് മൂന്ന് കഴിക്കണം. വളർമതി മെസ്സിലെ കോയമ്പത്തൂർ ആയപ്പോഴാണ് ഷൂട്ട് ചെയ്തത്. അവിടെ സിനിമ ഇപ്പൊ അവിടെ 50 days ഉണ്ടായിരുന്നു. വിനീതേട്ടനും കൊണ്ട് അതിന്റെ ആളാണല്ലോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കരിയറും മാരേജുമായിട്ട് ഇപ്പൊ ഞങ്ങള് കല്യാണം കഴിഞ്ഞ പാടെ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളുടെ സിനിമയുടെ കാര്യങ്ങള് ആയിരുന്നു ഫുള്ള് റീപ്രൊഡക്ഷൻ. ബബബ അത് ഞാൻ ചെറിയൊരു ഇതിൽ അഭിനയിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ കല്യാണത്തിന്റെ തൊട്ട് മുമ്പ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു. പിന്നീട് അതിനുശേഷം ഈ ഫുൾ ഞങ്ങൾ ഈ ബബബയുടെ പ്രീ പ്രൊഡക്ഷനും അതുമായിട്ടായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ സിനിമ ഇനിയൊരു കുറച്ച് ദിവസം കൂടെ ഷൂട്ടുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ പരിപാടി. നായകൻ ദിലീപ് ഏട്ടൻ, പിന്നെ വിനീത് ശ്രീനിവാസൻ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ. ഞാൻ അറിഞ്ഞു പവർ പാക്ട് ഫാമിലി എന്റർടൈനർ ആയിട്ട്. അതെ കോമഡി എന്റർടൈനർ ആണ്. അപ്പോൾ നിങ്ങളൊരു സീനും അതിന്റെ ഒരു സീനല്ല, അത്യാവശ്യം നമ്മൾ രണ്ടുപേരും ചെറിയ ചെറിയ വേഷം വളരെ എളിമയോടെ. ഞാൻ യൂട്യൂബ് കണ്ടു. യൂട്യൂബില് 1 million ഫോളോവേഴ്സ് ഓൾറെഡി വരും. ഞാൻ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ യൂട്യൂബ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അടിപൊളിയാണ്. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാം പിന്നെയും നമുക്കൊരു ഫോട്ടോ സ്റ്റോറി എന്തെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും അപ്ഡേറ്റ് ചെയ്യും. യൂട്യൂബിന് എനിക്ക് സംബന്ധിച്ചോളം ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്നവർ അടിപൊളിയാണ്. എന്താണെങ്കിലും നിങ്ങൾ ചെറിയ ചാനലോ വലിയ ചാനലോ ഇതൊന്നും കാരണമല്ല, അടിപൊളിയാണ്. ഗേൾസ് ട്രിപ്പ് എന്റെ കല്യാണത്തിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തു. ഇപ്പൊ അതിൽ ഒരാളുടെ കല്യാണം ആവാറായി. അപ്പൊ ഇനി ആളുടെ കല്യാണത്തിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തു. മിക്കവാറും 3 പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും നിങ്ങൾ ശരിക്കും പുള്ളിക്കാരൻ ചെറുപ്പം തൊട്ട് സിനിമയിൽ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം. നിങ്ങൾക്കും ചെറുപ്പം തൊട്ട് സിനിമയിൽ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. അതുപോലെ ഇന്ന് ഫ്ലവേഴ്സിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ടായിരുന്നു തുടങ്ങിയത്. സുരാജേട്ടൻ ഹോസ്റ്റ് ചെയ്ത ഷോ. ഞങ്ങൾ സുരാജേട്ടനെ കാണും. സുരാജൻ ഇപ്പോഴും അത് അന്ന് കണ്ട ബന്ധം വെച്ചിട്ടാണ് സുരാജേട്ടൻ എന്നെ ഇപ്പോഴും പരിചയപ്പെട്ട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ഷോയില് ഗസ്റ്റായിട്ട് സുരാജേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഷോയിൽ എനിക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡോട്ട്സ് എവിടേക്ക് ഇങ്ങനെ ജോയിൻ ആകുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് അതാണ്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കുറേ നാൾക്ക് ശേഷം ഈ വിനീതന്റെ പടത്തിൽ പറയുന്ന കണക്ക് നമ്മൾ ആഗ്രഹങ്ങൾ മറന്നാലും മറക്കൂല എന്ന് പറയുന്നുണ്ട്. അതുപോലെ നടന്നത് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അത് ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയാട്ടോ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ആഗ്രഹിച്ചത് നടക്കില്ല എന്ന് വിചാരിച്ചു പോയ കാര്യം കുറേ നാൾക്ക് ശേഷം നമ്മളെ തേടി തിരിച്ചു വരും.